ഹായ് ഓൾ. കാനറ ബാങ്കിന്റെ അപ്രന്റൈസ് നോട്ടിഫിക്കേഷൻ നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. അപ്പോ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇപ്പൊ SBIയിലൊക്കെ നമുക്ക് വിളിക്കാറുണ്ട്. അതുപോലെ ഓരോരോ ഇൻഡിവിജ്വൽ ബാങ്ക്സ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള അവൈലബിലിറ്റി അനുസരിച്ച് വിളിക്കാറുണ്ട്. ഇതൊരു ട്രെയിനിങ് പോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. അപ്പോ ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അതും കാനറ ബാങ്കാണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത്. ഒരു കോൺട്രാക്ട് ബേസ് ചെയ്ത് വരുന്ന ഒരു ജോലി കൂടിയാണ്. ഓക്കെ. അപ്പോ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എക്സാം ഇല്ല. എക്സാം ഇല്ലാണ്ട് തന്നെ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റും. സാധാരണ SBIയുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമുക്കൊരു കോൺട്രാക്ട് പീരീഡ് ഉണ്ടാവും. ഒരു 2 ഇയേഴ്സോ അല്ലെങ്കിൽ 1 ഇയറിന്റെ കോൺട്രാക്ട് പീരീഡ് കാര്യങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ റിലീവിങ് അത് കഴിയുമ്പോൾ പിന്നെ റിലീവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും കാനറ ബാങ്കിന്റെ ആ ഒരു കോൺട്രാക്ട് പീരീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. നമ്മൾ നോട്ടിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. അതായത് നമ്മുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ പ്രകാരം വരുന്ന, അതായത് അപ്രന്റൈസസിന്റെ ആപ്ലിക്കേഷൻ പ്രകാരം വരുന്ന ബാച്ചസ് നമുക്ക് അവൈലബിൾ അല്ല. നമുക്ക് സാധാരണ നമ്മുടെ ബാങ്കിന്റെ ഇപ്പൊ IBPS ആയിക്കോട്ടെ SBI ആയിക്കോട്ടെ നമ്മൾ സാധാരണ നോർമൽ ക്ലർക്ക് ആൻഡ് PO ലെവൽ വരുന്ന എക്സാമിന്റെ ബാച്ചസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനിപ്പോ കറന്റ് നമുക്ക് ബാച്ച് കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റും സ്റ്റാർട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് സെപ്റ്റംബർ 22-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ കുറച്ചു ദിവസം മുന്നേ വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അത് കൂടാണ്ട് നമുക്ക് ഈ പറയുന്ന ഒക്ടോബർ 12 വരെയാണ് നമുക്ക് ഈ പറയുന്ന ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 ഡേറ്റ്സും എന്താണ് ഇൻക്ലൂസീവ് ആണെന്നുള്ള കാര്യം അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ഏത് പോർട്ടൽ വഴിയായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക? www.nats.education.government.in എന്ന പോർട്ടൽ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളത് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ട്രെയിനിങ് സീറ്റുകൾ എന്ന് പറയുന്നത് 3500 ആണ്. എല്ലാ സ്റ്റേറ്റും, ഇത് ഒരു ഓൾ ഓവർ ഇന്ത്യ വരുന്നതാണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് ഈ പറയുന്ന വേക്കൻസി ഉണ്ട്. അതായത് ഈ പറയുന്ന ട്രെയിനിങ് സീറ്റുകളുണ്ട്. അതില് കേരളത്തില് 243 വേക്കൻസീസ് ആണ് വരുന്നത്. അതുകൂടാണ്ട് നമുക്കിത് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഒരൊറ്റ സ്റ്റേറ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് തമിഴ്നാട് അപ്ലൈ ചെയ്യണം, തമിഴ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് കർണാടകയിൽ അപ്ലൈ ചെയ്യണം, കന്നഡ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർണാടക അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ കേരളത്തില് 243 സീറ്റുകളാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇപ്പൊ ഏജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 20 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതായത് 1997 മുന്നേയും 19-2005 ശേഷമുള്ളവർ പറ്റില്ല. അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആൾക്കാർക്കായിരിക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. ഈ 2 ഡേയ്സും ഇൻക്ലൂസീവ് ആയിരിക്കും. അതുകൂടാണ്ട് നമ്മൾ നോർമലി ബാങ്ക് എക്സാംസിനൊക്കെ പറയുന്ന പോലെ തന്നെ, ബാങ്ക് നോട്ടിഫിക്കേഷൻ പറയുന്ന പോലെ തന്നെ ഇതിനും ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. SC STക്ക് ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ആണ്. OBCയിലെ NCL കാറ്റഗറിക്ക് ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ആണ്. ഇനി PWBD കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 10 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. കൂടാണ്ട് വിഡോസ്, അതുപോലെ ഡിവോഴ്സ്ഡ് വുമൺ, അതുകൂടാണ്ട് തന്നെ ഇപ്പൊ ലീഗലി സെപ്പറേറ്റഡ് ആയിട്ട് റീമാരി ചെയ്യാത്ത വിമൻ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ജനറൽ അല്ലെങ്കിൽ EWS കാറ്റഗറിയിൽ പെട്ടവർക്ക് 35 വയസ്സ് വരെയും, OBCയിൽ പെട്ടവർക്ക് 38 വയസ്സ് വരെയും, SC STയിൽ പെട്ടവർക്ക് 40 വയസ്സ് വരെയും എഴുതാം. അതുകൂടാണ്ട് ഇപ്പൊ 1984 റിയോട്സിലൊക്കെ എഫക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് 5 വർഷത്തെ റിലാക്സേഷനും അവിടെ വരുന്നുണ്ട്. ഓക്കെ. ഇതാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതൊരു ഗ്രാജുവേറ്റ് ലെവലാണ് ഞാൻ പറഞ്ഞു. അതായത് ഏതൊരു ഡിസിപ്ലിനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കും, ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് അവർ മസ്റ്റ് ആയിട്ടും അവിടെ പറയുന്നത്. അതുകൂടാണ്ട് ഗ്രാജുവേഷൻ 1/1/2022 മുന്നേ അല്ലെങ്കിൽ 1/1/2025 ശേഷമുള്ളവർക്ക് പാസ്സായിട്ടുള്ളവര് വരില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് 1/1/2022 മുന്നേ പാസ്സായവരും 1/9/2025 ശേഷം പാസ്സായ അതായത് നമുക്ക് വരില്ലല്ലോ. അപ്പോ അതിനുശേഷം വരുന്ന ഗ്രാജുവേഷനും കാര്യങ്ങളൊന്നും പറ്റില്ല. അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഗ്രാജുവേഷൻ ആണ് അവർ എടുക്കുന്നത്. അതായത് ആ പാസ്സായിട്ടുള്ള കുട്ടികളാണ് അവർ എടുക്കുന്നത്. ഈ 2 ഡേയ്സും ഇൻക്ലൂസീവ് ആണെന്നുള്ള കാര്യം അവിടെ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോക്കൽ ലാംഗ്വേജ്. ഞാൻ പറഞ്ഞു ടെസ്റ്റ് ഓഫ് ലോക്കൽ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. നിങ്ങളിപ്പോ 10th-ലോ 12th-ലോ
നിങ്ങൾ ഇപ്പം എന്താണ് കാണിക്കുന്ന അല്ലെങ്കിൽ DV സമയത്ത് കാണിക്കുന്ന മാർക്ക് ഷീറ്റിലോ സർട്ടിഫിക്കറ്റിലോ 10ലോ 12ലോ നിങ്ങൾ ഈ പറയുന്ന ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിൽ നിങ്ങൾക്ക് പോവേണ്ട കാര്യമില്ല, ആ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കിപ്പോ അതർ കാൻഡിഡേറ്റ്സ് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നല്ല 10th and 12th മാർക്ക് ഷീറ്റിൽ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ഉൾപ്പെടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ബാങ്കില് ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് DV സമയത്തായിരിക്കും ഈ പറയുന്ന ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യാത്തവരെ അവർ ഒരിക്കലും അപ്രന്റൈസ് ആയിട്ട് അവർ എൻഗേജ് ചെയ്യിപ്പിക്കില്ല, അതായത് സെലക്ട് ചെയ്യത്തില്ല എന്നുള്ള കാര്യം. അപ്പം ക്വാളിഫൈ ചെയ്യണം എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് പീരീഡിന്റെ ഈ ഒരു ട്രെയിനിങ്ങിന്റെ പീരീഡ് എത്രയാന്ന് നോക്കാം. 12 മാസമാണ് വരുന്നത്, അതായത് 1 വർഷത്തെ കോൺട്രാക്ട് ആണ് അവർ വെച്ചിട്ടുള്ളത്. ഇനി ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പൊ സെലക്ടഡ് ബ്രാഞ്ചസ്, ഇപ്പം കാനറയുടെ തന്നെ സെലക്ടഡ് ബ്രാഞ്ചസിൽ ആയിരിക്കും ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരിക. ഇനി പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അപ്രന്റൈസിനെ ഒരിക്കലും അവരൊരു എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അതൊരു എംപ്ലോയി അല്ല. ഓക്കെ, ഒരു ട്രെയിനിങ്ങിന് കയറിയ ഒരാൾ എന്നുള്ള രീതിക്കേ ഉള്ളൂ. കാനറ ബാങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് അവർ ട്രീറ്റ് ചെയ്യില്ല. അത് കൂടാണ്ട് ബാക്കിയുള്ള ഒരു ബെനിഫിറ്റ്സും, അതായത് ബാക്കിയുള്ള എംപ്ലോയീസിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സും ഇവർക്ക് കിട്ടില്ല, അപ്രന്റൈസിന് കിട്ടില്ല. അവർക്കൊരു ഫിക്സഡ് സാലറി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ അപ്രന്റീസ്ഷിപ്പിന്റെ കോൺട്രാക്ട് എങ്ങനെയാ നോക്കിക്കേ. അതായത് നമ്മള് www.nats.education.government.in എന്ന് പറയുന്ന എന്താണ് വെബ്സൈറ്റിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൽ നിന്ന് നമ്മൾ മെറിറ്റ് ലിസ്റ്റിലേക്ക് കയറുന്ന കുട്ടികൾക്ക് ഒരു 12 മാസത്തെ എന്താണ് ഈ പറയുന്ന കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൂടാണ്ട് കാൻഡിഡേറ്റ്സ് റിസീവിംഗ് ദ ഡിജിറ്റൽ അപ്രന്റീസ്ഷിപ്പ് കോൺട്രാക്ട് ഫ്രം ദ ബാങ്ക് നീഡ് ടു അക്സെപ്റ്റ് ഇറ്റ്സ് ഓൺ നാറ്റ്സ് പോർട്ടൽ വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ലൈൻസ് ആണ്. അതുകൂടാണ്ട് തന്നെ no candidate shall be engaged as apprentice until she or he enters into the contract of apprenticeship with the bank and same as approved in NATS portal. അതായത് അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മാത്രമേ ഈ പറയുന്ന അപ്രന്റീസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ആ നാറ്റ്സ് പോർട്ടലിനകത്ത് വരുന്ന അതിനകത്ത് നമ്മള് എന്താണ് ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം ലൈനിനുള്ളിൽ വെച്ച് നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ ഡിജിറ്റൽ, അതായത് കൊടുത്ത ആപ്ലിക്കേഷൻ ബാങ്ക് അക്സെപ്റ്റ് ചെയ്ത്, അതായത് ഡിജിറ്റൽ അപ്രന്റീസ്ഷിപ്പ് ആണ് കാര്യങ്ങൾ. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, ഒരു കാൻഡിഡേറ്റ് കിട്ടുന്നത് ഒരു ഡിജിറ്റൽ അപ്രന്റീസ്ഷിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവര് നോക്കിയിട്ട് അവരുടെ എന്തെങ്കിലും ഒരു അടിസ്ഥാനത്തിലായിരിക്കും അവർ ആ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുക. അത് നടത്തിയതിനു ശേഷമായിരിക്കും ഇപ്പൊ ഏജ് വൈസ്, എഡ്യൂക്കേഷൻ വൈസ് നോക്കുമ്പോഴത്തേക്കും മാർക്ക് ബേസ്ഡ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ടായിരിക്കും അവർ ചെയ്തിട്ട് അതൊരു ഡിജിറ്റൽ അപ്രന്റീസ്ഷിപ്പ് ആയിട്ടായിരിക്കും കാൻഡിഡേറ്റ് റിസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റൈഫൻഡ് ആണ്. ഇപ്പോ അപ്രന്റൈസ് ആയിട്ട് കയറിയ ഒരാൾക്ക് മന്ത്ലി 15,000 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, അത് ഫിക്സഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റൈഫൻഡ് ആണ് 15,000 രൂപ. അപ്പൊ അതിൽ വേറെ അലവൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, അലവൻസും ബെനിഫിറ്റ്സും കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ കാനറ ബാങ്ക് തരുന്നത് 10,500 രൂപയാണ്, മന്ത്ലി ബേസിലായിരിക്കും തരിക. ഇനി ഗവൺമെന്റ് 4,500 രൂപ ഡയറക്ട്ലി ഈ പറയുന്ന അപ്രന്റൈസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്താണ് ക്രെഡിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ കാനറ ബാങ്ക് 10,500 രൂപയും ഗവൺമെന്റ് 4,500 രൂപയാണ് ഗവൺമെന്റ് ഷെയർ തരുന്നത്. ഓക്കെ, ഓരോ മാസത്തിലും സ്റ്റൈഫൻഡ് ഇങ്ങനെ ആയിരിക്കും. ഇപ്പോ എന്തെങ്കിലും ഒരു ലോസ് ഓഫ് പേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അപ്രന്റൈസിന്റെ സ്റ്റൈഫൻഡും കാര്യങ്ങളൊക്കെ തരിക. ഇപ്പൊ എന്തെങ്കിലും ലോസ് ഓഫ് പേ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മന്ത്ലി വൈസ് തന്നെയായിരിക്കും, മന്ത് കിട്ടും. ലോസ് ഓഫ് പേ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് നമുക്ക് ഈ പറയുന്ന സ്റ്റൈഫൻഡും കാര്യങ്ങളൊക്കെ വരുള്ളൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി അവേഴ്സ് ഓഫ് വർക്ക് ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ബാങ്ക് അവേഴ്സ് ആ ടൈമിലായിരിക്കണം. അതായത് ഇപ്പം ഒരു ക്ലറിക്കൽ ബാങ്കിലെ ക്ലർക്കിന് എന്താണ് വർക്കിംഗ് അവേഴ്സ് അത് തന്നെയായിരിക്കും ഓൺ ജോബ് ട്രെയിനിങ് വരുന്നത്, ആ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഓവർ ടൈം ഇവിടെ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യമില്ല, ബാങ്ക് തരുന്ന ബാങ്കിങ് അവേഴ്സിൽ മാത്രം ഡ്യൂട്ടി ചെയ്യുക, ഓവർ ടൈം നിങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇനി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നാറ്റ്സ് ജോയിന്റ് സർട്ടിഫിക്കേഷൻ ആണ് അവോർഡ് ചെയ്യുന്നത്. അതായത് അപ്രന്റീസ്ഷിപ്പ് നിങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാറ്റ്സിന്റെ ജോയിന്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇനി അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഇപ്പോ
നിങ്ങളൊരു ലേബർ ആണ് എന്നുള്ള ഒരു പ്രൊവിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് PF ESI ബോണസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് എൻഗേജ്മെന്റിനകത്ത് അവർ പറയുന്നുണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു റെഗുലർ എംപ്ലോയിഡ് ബാങ്ക് ഷോൾ ഹാവ് നോ ഒബ്ലിഗേഷൻ ടു ഓഫർ. അതായത് ഇപ്പൊ നിങ്ങൾ അപ്രന്റൈസ് ആയിട്ട് കയറി, നിങ്ങൾക്ക് ഒരിക്കലും ബാങ്ക് ഒരു റെഗുലർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് തരില്ല. ഓക്കെ, അതായത് നിങ്ങൾ എപ്പോഴാണോ കയറി കംപ്ലീറ്റ് ചെയ്തു, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു റിലീവിംഗ് ഡേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിലീവ് ചെയ്ത് പോവുക തന്നെ ചെയ്യണം. അതുകൂടാണ്ട് ഇത് റിലീവിംഗ് ഡേറ്റ് നിങ്ങൾക്ക് 12 months എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 12 months കഴിയുമ്പോൾ നിങ്ങൾ മാറ്റും. അല്ലെങ്കിൽ അടുത്ത ഒരു അപ്രന്റൈസ്, അതായത് ഏറ്റവും നിയർ ബൈ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ 1 വർഷം കഴിഞ്ഞു, 1 വർഷം അടുത്ത വർഷം ഈ ഒരു ടൈം നിങ്ങൾ എപ്പോഴാണോ ജോയിൻ ചെയ്ത ടൈമിലാണ് അപ്രന്റൈസിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ റിസൾട്ട് വരുന്ന ടൈം വരേക്കും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ 12 months കഴിയുമ്പോഴേക്കും നിങ്ങൾ അവിടെ നിന്ന് റിലീവ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഇവിടെ SC ST PWBD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ്, ഇന്റിമേഷൻ ചാർജ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് 500 രൂപയാണ് അവിടെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇനി SBIയുടെ അപ്രന്റൈസിന് കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ SBIയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോ അടുത്തൊരു ക്ലറിക്കൽ കാഡർ, അതായത് നമ്മൾ ക്ലർക്ക് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതി കയറേണ്ടതായിട്ടുണ്ട്. DV സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള, അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൂടുതലായിരിക്കും എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ വരിക. ഇനി ഇതിന്റെ കാര്യം നമുക്ക് വ്യക്തമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഇത് നിങ്ങൾ നോക്കുക, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇത് 1 yearലായിരിക്കും ഇതിന്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. മേ ബി ചിലപ്പോൾ അടുത്ത് വരുന്ന IBPS ക്ലർക്കിൽ, അതും നമുക്ക് കാനഡ പ്രത്യേകം വിളിക്കുന്നില്ലല്ലോ, അപ്പൊ ചിലപ്പോൾ അത് കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് കുറവായിരിക്കും. മറ്റേ SB ആണെങ്കിൽ SB ക്ലർക്കൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ വീണ്ടും ഞാൻ പറയാൻ, എൻട്രി ബേസ് ചെയ്ത് നമുക്ക് ഇതിനൊരു ബാച്ച് ഇല്ല. ബാക്കി നമ്മുടെ ബാങ്ക് എക്സാംസിനുള്ള ബാച്ചസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോ ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞേക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ വായിക്കുക. വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ, ഇതൊരു വേഗ് ഐഡിയ ആണ് ഞാൻ തന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഇനി നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് കംപ്ലീറ്റ് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും താങ്ക് യു, ബൈ.